ഹായ് ഗൈസ് അങ്ങനെ ഒഫീഷ്യലി ഇക്കൊല്ലത്ത് നമ്മുടെ ഫാമിലി ട്രിപ്പ് ഇവിടെ തുടങ്ങുകയാണ്. അപ്പം ഞങ്ങൾ ആദ്യം വന്നത് കോയമ്പത്തൂരാണ് ഞാൻ പഠിച്ചത് കേട്ടോ. അപ്പം എൻ്റെ സിരകളിലൂടെ ഒഴുകുന്ന രക്തത്തിന് പോലും കോയമ്പത്തൂരിൻ്റെ മണം തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും പിടിച്ചുകൊണ്ട് ഞാൻ ആ രാത്രി തന്നെ കോളേജ് ഹോസ്റ്റലും കാണാൻ പോയി. അകത്ത് കയറാൻ പറ്റില്ല എന്നറിയാം, കാരണം പിറ്റേ ദിവസം ഞങ്ങൾക്ക് പോകണം. അപ്പോൾ അതുകൊണ്ടാണ് പോയത്. അങ്ങനെ ഹോസ്റ്റലിൻ്റെ വാതിക്കൊക്കെ നിന്നിട്ട് കുറേ നേരം അന്തം വിട്ട് ഞാൻ ആലോചിച്ചു, ദൈവമേ ഇത്ര പെട്ടെന്നാ വർഷങ്ങൾ പോയത്, ഇത്ര പെട്ടെന്നാ ആ സമയം പോയത്, ഇത്ര പെട്ടെന്നാ കണ്ണാടി തുറക്കണ മുന്നേ ആണല്ലോ കോളേജ് കഴിഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം നിന്നു. നമ്മൾ ബസ് സ്റ്റോപ്പിലൊക്കെ പോയിട്ട് ഞങ്ങൾ ബസ് വരുന്ന രംഗങ്ങളൊക്കെ ഞാൻ എൻ്റെ അനിയനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വെച്ച് പിടിച്ചത് നമ്മുടെ കോളേജിലേക്ക് തന്നെയാണ്. അപ്പോൾ കോളേജിൽ ചെല്ലുമ്പോൾ ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ ചീത്ത അറിയുന്നതാണ്. പക്ഷെ അവർ ഹാപ്പിയായിട്ട് ഇറങ്ങി വന്ന് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കൊള്ളാലോ എന്നെനിക്ക് തോന്നി. അങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മൂപ്പര് പുതിയതാണ്, എന്നെയൊന്നും അറിയില്ല. പക്ഷെ പണ്ടത്തെ നമുക്ക് അറിയാവുന്ന കോമൺ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഹാപ്പി ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി കുറച്ച് അവിടെ ചെന്ന് നിന്ന് സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ വന്നു. അങ്ങനെ പിറ്റേ ദിവസമായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എണീറ്റ് രാവിലെ തന്നെ. അപ്പം നമ്മൾ എ ടു ബി പോയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. നമ്മുടെ സ്ഥിരം സ്പോട്ടാണ്. അപ്പം റൂമിൽ വന്ന് എല്ലാവരെയും കൊണ്ട് പിടിച്ച് അങ്ങോട്ട് ചെന്നു. അതിനുശേഷം നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി റൂമിൽ വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ എന്താ പറയുക ഇൻട്രോവേർട്ട് പ്രോ മാക്സ് ആയിട്ടുള്ള അനിയൻ. അവനെ പിടിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. അവിടെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുകയാണ്. ഇനി നമ്മൾ നേരെ വെച്ച് പിടിക്കുന്നത് ഞങ്ങളുടെയൊക്കെ ആൻസിസ്റ്റേഴ്സിൻ്റെ പ്ലേസ് ഓഫ് ഒറിജിനിലോട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി അവിടെ വെച്ച് കാണാം. ബൈ.